ഹലോ, അപ്പൊ നമുക്ക് ഈ ചാമ്പിക്ക കഴിച്ചാലോ? ദാ ഇവിടെ കാണുന്നതാണ് കേട്ടോ എന്റെ ചാമ്പിക്ക മരം. ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, എന്നാലും എനിക്ക് ഇതുപോലെ ചാമ്പിക്ക കഴിക്കാൻ ഭയങ്കര കൊതി തോന്നിയിട്ട് കഴിക്കുന്ന കേട്ടോ. അമ്പലത്തിൽ പോയാൽ നമുക്ക് പായസമൊക്കെ കുടിക്കാം. ഈ പായസം ഈ മധുരമുള്ള കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉപ്പ് എരിവ് പുളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇത് തോന്നും. അങ്ങനെ ഇതാ ഉപ്പൊക്കെ കൊണ്ടുവച്ചു, ചാമ്പിക്ക പറിച്ചു. കാരണം ചാമ്പിക്ക നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, കാരണം വീഡിയോ എടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ ചാമ്പിക്ക കഴിച്ച് കാണിച്ചുതരാം. ചാമ്പിക്ക ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ട്. ഇതെന്റെ അമ്മമ്മ വീട്ടിൽ കൊണ്ടുവച്ചാട്ടോ. അപ്പൊ അതാ ഇവിടെ അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാം. എന്റെ അമ്മ അത് പല പ്രാവശ്യം വെട്ടിക്കളയാൻ നോക്കിയതാണ്. കാരണം ഞാൻ ഇത്തിരി ഓവറായിട്ട് ചാമ്പിക്ക കഴിക്കും, നല്ലോണം ഓവറായിട്ട് കഴിക്കും. എന്നുവെച്ചാൽ ഞാൻ ഈ ഒന്നും രണ്ടും കഴിച്ച് നിർത്തിയാൽ ഓക്കെ. ഞാനിത് ഒരു എന്താ പറയുക, ഒരു കൊട്ട നിറയെ കൊണ്ടുവന്ന് ഉപ്പും കൂട്ടി ഇങ്ങനെ കഴിക്കലാണ് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള പരിപാടി. അപ്പൊ ഉപ്പും കൂട്ടി ഇതിലൊരു ടേസ്റ്റ് ഉണ്ട്. എന്താന്നല്ലേ ട്വിസ്റ്റ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പൊ ഒരു പാത്രം കയ്യിൽ നിന്ന് വീഴും. ഉപ്പെടുക്കുന്ന സമയത്ത് എനിക്ക് അമ്മരയിൽ നിന്ന് നന്നായിട്ട് വഴക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും പാത്രം വീണു. ചാമ്പിക്ക വീഴാത്തത് എന്റെ ഭാഗ്യം, കാരണം ആ ഒരു ചാമ്പിക്കയിൽ ഉപ്പ് വെച്ച ശേഷമാണ് ചാമ്പിക്ക വീണത്. ഇതിന്റെ ഇടയിൽ എന്റെ പൂവൻകോഴി കൂവുന്ന ശബ്ദം കേൾക്കും. എന്റെ പൂവൻകുട്ടിയാണ് കൂവുന്നത്. അപ്പതാ ചാമ്പിക്ക കഴിച്ചു. സത്യം പറയാലോ, എനിക്ക് പറയാനൊന്നുമില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഉപ്പ് വെച്ച് കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടാറ്റ. സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ.